ചിലപ്പോൾ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നോർത്ത് കൊറിയ, ചൈന, റഷ്യ, പാകിസ്ഥാൻ എല്ലാവരും ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഭൂമിക്കടിയിലോ മറ്റോ ആവോ, എനിക്കറിയില്ല എവിടെയാണെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ശരിക്കും ഈ ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവും? അതായത് ട്രംപ് CBS 60 Minutes എന്ന് പറഞ്ഞ CBS TV ചാനലിൻ്റെ 60 Minutes പരിപാടിയിലാണ് പറഞ്ഞത് റഷ്യ, ചൈന, പാകിസ്ഥാൻ ഒക്കെ ആണവ പരീക്ഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇനി അമേരിക്കയും ആണവ പരീക്ഷണങ്ങൾ തുടർന്ന് നടത്താൻ പോകുന്നു. അതായത് അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ ഇനി നടത്താൻ പോകുന്നു എന്ന് ട്രംപ് പറഞ്ഞത് മറ്റേ ആണവ ക്രൂസ് മിസൈൽ പരീക്ഷിച്ചു, ഇപ്പം കയ്യിൽ വന്നു. ലോകത്ത് ആദ്യമായിട്ട് റഷ്യയുടെ കയ്യിൽ വന്നു. പൊസൈഡൻ എന്ന് പറഞ്ഞ ടോർപിഡോ, ആണവ ടോർപിഡോ ആദ്യമായി റഷ്യയുടെ കയ്യിൽ വന്നു. അപ്പോൾ ഇത് 14,000 കിലോമീറ്റർ റേഞ്ച് ഉണ്ടല്ലോ അതിൻ്റെ ബുറവെസ്നിക് എന്ന് പറഞ്ഞ ക്രൂസ് മിസൈൽ. അപ്പോൾ അമേരിക്കയെ പേടിപ്പിച്ചു റഷ്യ ശരിക്കും. അപ്പോൾ അമേരിക്ക വീണ്ടും ഇതുപോലത്തെ ആയുധങ്ങൾ അമേരിക്കയുടെ കയ്യിലും വേണം, അതുകൊണ്ട് നടത്താൻ പോകുന്നു എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് ട്രംപ് പറയുന്നത് റഷ്യ നടത്തുന്നു, ചൈന നടത്തുന്നു, പാകിസ്ഥാൻ നടത്തുന്നു. പാകിസ്ഥാൻ ആണവ സ്ഫോടനം നടത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭീഷണിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രശ്നം. പാകിസ്ഥാൻ നടത്തുന്നുണ്ട് എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. അത് അയാൾ പറയുന്ന വിടുവായത്തമാണോ? അതാണ് അതിൻ്റെ പ്രശ്നം. ഏപ്രിൽ മെയ് മാസത്തിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇന്ത്യയുമായിട്ടുള്ള ആ ഓപ്പറേഷൻ സിന്ദൂർ സംഘർഷത്തിൻ്റെ ഇടയ്ക്ക് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ മേഖലയിൽ ഏപ്രിൽ 30 മെയ് 12 ഏപ്രിൽ 30 മുതൽ മെയ് 12 വരെ ഒരു 10-13 ദിവസം ഈ 4 ഭൂചലനങ്ങൾ ഉണ്ടായി. സാധാരണഗതിയിൽ ആണവ വിസ്ഫോടനങ്ങൾ നടക്കുമ്പോൾ ഭൂചലനങ്ങൾ ഉണ്ടാവും, പ്രകമ്പനങ്ങൾ അല്ലേ? അപ്പോൾ ഭൂചലനം ഉണ്ടായപ്പോൾ ഇത് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുമ്പോൾ പാകിസ്ഥാൻ ഒരു അണുവിസ്ഫോടനം നടത്തിയതാണ് എന്നൊരു റൂമർ അല്ലേ, കിംവദന്തി ആ കാലത്ത് പരന്നിരുന്നു. അപ്പോൾ അത് റിക്ടർ സ്കെയിലിൽ 4 മുതൽ 4.7 വരെ വരുമായിരുന്നു ഈ പ്രകമ്പനം. അപ്പോൾ അത് തന്നെ ഈ ചാഗായ് 1, ചാഗായ് 2 അണുവിസ്ഫോടനങ്ങൾ നടത്തിയല്ലോ പണ്ട് 1998. 1998 ഈ അണുവിസ്ഫോടനം നടത്തുന്നത് പാകിസ്ഥാൻ ആദ്യമായിട്ട്. 1998 മെയ് 28, മെയ് 30. മെയ് 28 ചാഗായ് 1, മെയ് 30 ചാഗായ് 2. ആ അണുവിസ്ഫോടനങ്ങളിലും പ്രകമ്പനം ഈ റിക്ടർ സ്കെയിലിൽ ഇത് തന്നെയായിരുന്നു, 4 മുതൽ 4.7 വരെ. എങ്കിലും ഇത് അണുവിസ്ഫോടനം ആയിക്കൂടെ എന്നുള്ളതാണ് പലരും സംശയിച്ചത്, പ്രതിരോധ വിദഗ്ധരെ. അപ്പോൾ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, ഞങ്ങളുടെ കയ്യിൽ ബോംബുണ്ട്, നിങ്ങളിങ്ങനെ യുദ്ധം ചെയ്യാൻ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ടൊന്നും വരണ്ട എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാനായിട്ട് ആ സമയത്ത് അവരുടെ പ്രതിരോധ മന്ത്രി ഇല്ലേ ഖ്വാജ ആസിഫ് ഒക്കെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ആണവ ന്യൂക്ലിയർ നേഷൻ ഇല്ലേ എന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ ആണവ രാജ്യമാണ്, ബോംബുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഭീകരതയ്ക്ക് കവചം തീർക്കാനായിട്ട്. പഹൽഗാം കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭീകരതയ്ക്ക് കവചം എന്നുള്ള നിലയ്ക്ക് നമ്മളെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ ആണവ ബോംബ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ പ്രയോഗിക്കുന്നുള്ളത്. ഇത്തവണ നമ്മളത് മൈൻഡ് ചെയ്തില്ലല്ലോ. അത് കയ്യിൽ വെച്ചാൽ മതി, വേണമെങ്കിൽ ആണവ കേന്ദ്രങ്ങളും നമ്മൾ തകർക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇല്ലേ കിരാന ഹിൽസിൽ നമ്മൾ ബോംബ് ചെയ്യാനായിട്ട് ഒരു കോക്ക നടത്തി ഇല്ലേ, അതിൻ്റെ എൻട്രൻസിനും എക്സിറ്റിലും ഒക്കെ ബോംബ് ചെയ്തു എന്നൊക്കെ ഉപഗ്രഹ ചിത്രങ്ങളിലൊക്കെ കണ്ടു. ആ സമയത്ത് ട്രംപ് ഇടപെട്ടതായിട്ടാണല്ലോ ട്രംപ് അവകാശപ്പെടുന്നത്. കാരണം അവിടെ ഇരിക്കുന്ന ആണവ ബോംബുകളുടെ കാവൽക്കാർ അമേരിക്കയാണ് എന്ന് CIA ഓഫീസർ, CIA കൗണ്ടർ ടെററിസം ചീഫായിരുന്ന ആൾ പാകിസ്ഥാനിൽ ജോൺ കിരിയാക്കോ, അദ്ദേഹം ആ കാലത്തും പറഞ്ഞിരുന്നു അതിൻ്റെ കാവൽക്കാർ, ആ അണുബോംബിൻ്റെ കാവൽക്കാർ ഞങ്ങളാണ്
എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈ അടുത്തിടെ അദ്ദേഹം പറഞ്ഞു അവരുടെ അണുബോംബൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടോ എന്ന് പറഞ്ഞില്ലേ പാകിസ്ഥാനെ. അതെ അതെ. അപ്പോൾ അവിടെ അണുബോംബ് ഉണ്ടെങ്കിൽ തന്നെ അത് അമേരിക്കയുടേതാണ് എന്നുള്ള പ്രചാരണം ശക്തമായിട്ടുണ്ട്. ഇത് നമുക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആണവ സ്ഫോടനങ്ങൾ പലപ്പോഴും ഭൂചലനമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ 20 കിലോ ടൺ ആണവായുധങ്ങളുടെ സ്ഫോടനം, 20 കിലോ ടൺ അണുബോംബിൻ്റെ സ്ഫോടനം 20,000 ടൺ TNT സ്ഫോടനത്തിന് സമമായിരിക്കും. അതാണ്. അപ്പോൾ ഭൂകമ്പ മാപിനികളൊക്കെ ഇത് പിടിക്കും. റിക്ടർ സ്കെയിലിൽ അല്ലേ പിടിക്കും. ഈ ആണവ സ്ഫോടനത്തിൻ്റെതും പിടിക്കും അത് മാപിനികൾ. അപ്പോൾ 2006 ഒക്ടോബർ 9 നോർത്ത് കൊറിയ, ഉത്തര കൊറിയ ആദ്യത്തെ അണുസ്ഫോടനം നടത്തിയപ്പോൾ അത് ലോകരാജ്യങ്ങളൊക്കെ ഭൂകമ്പമായിട്ടാണ് കരുതിയത്. ഉത്തര കൊറിയയുടെ അണുവിസ്ഫോടനം റിക്ടർ സ്കെയിലിൽ 4 അത്. അപ്പം മണിക്കൂറുകൾ കഴിഞ്ഞ് നോർത്ത് കൊറിയ തന്നെ സ്ഥിരീകരിച്ചു അണുവിസ്ഫോടനമാണ് നടത്തിയത്, ഭൂകമ്പമല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ലോകത്തിലെ 9ാമത്തെ ആണവരാജ്യമായി ഉത്തര കൊറിയ അന്ന്. 2025 ഇപ്പോൾ ഈ വർഷം തന്നെ നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി, നമ്മുടെ നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി, ഈ ഭൂചലനങ്ങളൊക്കെ പഠിക്കുന്ന കേന്ദ്രം, അവർ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ മേഖലയിൽ നടന്നത് ഭൂകമ്പം തന്നെ എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത്, അല്ലാതെ അണുവിസ്ഫോടനമായിട്ടല്ല. അപ്പോൾ UN കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ഓർഗനൈസേഷൻ 300 നിരീക്ഷണ കേന്ദ്രങ്ങൾ ആഗോളമായിട്ട് ഉണ്ട് അവർക്ക്. അവരും ആണവ പരീക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ല. നിരീക്ഷണം അവരുടെ 300 കേന്ദ്രങ്ങളും പാകിസ്ഥാൻ ആണവ വിസ്ഫോടനം നടത്തിയതായിട്ട് കണ്ടിട്ടില്ല. ബലൂചിസ്ഥാനിലെ റാസ്കോ മലയിലാണ് ഈ ഏക പരീക്ഷണ കേന്ദ്രം, പാകിസ്ഥാൻ്റെ റാസ്കോ മല ബലൂചിസ്ഥാനിൽ. അവിടെയാണ് പരീക്ഷണം നടത്തുന്നത്. അത് ഈ ചാഗായ് മേഖലയിലാണത്. അവിടെ നിന്ന് കുറച്ചകലെയായിരുന്നു ഈ ഭൂമി കുലുക്കം കണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആണവ വിസ്ഫോടനം നടക്കുന്ന സ്ഥലത്തല്ല, അവിടെ നിന്ന് കുറേ മാറിയാണ് ഇത് കണ്ടത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മേഖലയിൽ ഇന്ത്യൻ യൂറേഷ്യൻ ഭൗമപാളികളില്ലേ, പ്ലേറ്റ്സ്, അത് കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ മേഖല. അത് കൂട്ടിമുട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ലോല പരിസ്ഥിതി ആണ് അവിടെ ഉള്ളത്. ഭൂമി കുലുക്കം എപ്പോഴും ഉണ്ടാകാവുന്ന സ്ഥലമാണ്. അഫ്ഗാനിസ്ഥാനിലെ മസർ ഐ ഷെറീഫിൽ നവംബർ 3 ഈ കഴിഞ്ഞ 3 റിക്ടർ സ്കെയിലിൽ 6.3 വന്ന ഒരു ഭൂമി കുലുക്കം ഉണ്ടായി. ഈ പറഞ്ഞ മേഖലയിലാണല്ലോ. നവംബർ 3 ഉണ്ടായി. കഴിഞ്ഞ ദിവസം 7 പേര് കൊല്ലപ്പെട്ടു. അതിന് തൊട്ട് മുമ്പ് ഓഗസ്റ്റ് 31 റിക്ടർ സ്കെയിലിൽ 6 അഫ്ഗാനിസ്ഥാനിൽ 2200 പേര് മരിച്ചുപോയി. അതാണ് ഭൂകമ്പം എപ്പോഴും ഉണ്ടാകുന്ന സ്ഥലങ്ങളാണത്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ആണവ പരീക്ഷണം നടത്തിയിരുന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നടത്തുന്നു എന്നിരിക്കട്ടെ, അത് പ്രശ്നമാവും പാകിസ്ഥാന്. എന്തുകൊണ്ട്? ലോകബാങ്കും IMFും വായ്പ കൊടുക്കുന്നുണ്ടല്ലോ, അതവർ നിർത്തും. പണം കൊടുക്കില്ല. അതതിൻ്റെ ഉപാധിയിലുള്ളതാണ്. അപ്പോൾ പട്ടാളത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും വലിയ സമ്മർദ്ദങ്ങൾ വന്നാൽ മാത്രമേ അവിടെ ആണവ പരീക്ഷണങ്ങളൊക്കെ നടത്തേണ്ടതുള്ളൂ. അപ്പോൾ ആ പട്ടാളത്തിൻ്റെ മുകളിൽ വലിയൊരു സമ്മർദ്ദം വരുന്നത് വരെ ഭൂകമ്പങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളൊക്കെ ആണവ പരീക്ഷണമായിട്ട് തെറ്റിദ്ധരിക്കാം. മറിച്ച് തെളിയുന്നത് വരെ നമുക്ക് അത് ഭൂകമ്പം തന്നെ എന്ന് പറയുകയും ചെയ്യാം. ഇതാണ് യാഥാർത്ഥ്യം, വാസ്തുത.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.